അന്ന് ഏപ്രിൽ 29, 2023 അങ്കമാലിയിലെ പാറക്കടവ് സ്വദേശിയായിട്ടുള്ള സനൽ അന്നത്തെ ദിവസം രാവിലെ തന്റെ ഭാര്യ 26 വയസ്സുള്ള ആതിര ജോലി ചെയ്തിരുന്ന അങ്കമാലിയിൽ തന്നെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിന്റെ അടുത്തായിട്ട് ഡ്രോപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് ആതിരയെ ഡ്രോപ്പ് ചെയ്ത സനൽ തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ വൈകുന്നേരം ആതിര ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തേണ്ട സമയമായിട്ടും ആതിര വീട്ടിലേക്ക് എത്തിയില്ല. എന്താണിവൾ ഇത്രയും വൈകിട്ട് വീട്ടിലേക്ക് വരാത്തത് എന്ന് പറഞ്ഞ് സനൽ ആതിരയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. പല തവണ വിളിക്കുന്നുണ്ട്, പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. ഇനി ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ വീട്ടിലേക്ക് പോയിട്ടുണ്ടാകുമോ എന്ന് വിചാരിച്ച് സനൽ എല്ലാവർക്കും വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ അവർ പറഞ്ഞ മറുപടി ഇവിടെ ആതിര വന്നിട്ടില്ല എന്നാണ്. മാത്രമല്ല ആതിര ഇന്ന് ഞങ്ങളെ വിളിച്ചിട്ട് പോലുമില്ല എന്നും അവർ പറയുകയുണ്ടായി. ഇനിയും തന്റെ ഭാര്യയെ കാത്തിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കിയ സനൽ നേരെ പോയത് ആതിര ജോലി ചെയ്തിരുന്ന ആ ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ്. അവിടെ പോയിട്ട് തന്റെ ഭാര്യയെ അന്വേഷിക്കുകയാണ് സനൽ. പക്ഷേ അവിടെയുള്ളവർ പറഞ്ഞത് ഇന്ന് ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ആതിര സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നതുപോലുമില്ല എന്നാണ് അവിടെ ജോലി ചെയ്യുന്നവർ സനലിനോട് പറഞ്ഞത്. ഇന്ന് രാവിലെ ഞാൻ അവളെ ഇവിടെ ഇറക്കിയതാണല്ലോ, അവൾ ജോലിക്ക് വന്നില്ലേ? അപ്പോ ആതിര എവിടേക്കാണ് പോയത്? എന്റെ ഭാര്യയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ഓരോ ചിന്തകളും സനലിന്റെ മനസ്സിൽ വന്ന് സനലിന് അത് പേടിയായി മാറുകയാണ്. അപ്പോൾ ഒട്ടും വൈകാതെ സനൽ അടുത്തുള്ള കാലടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് തന്റെ ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കുകയാണ്. തന്റെ ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ലഭിച്ച ഉടൻ കാലടി പോലീസ് ടീം അന്വേഷണത്തിന്റെ ആദ്യഘട്ടം എന്ന രീതിയിൽ ആതിരയുടെ മൊബൈൽ സിഗ്നൽ ടവർ ലൊക്കേഷൻ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കുകയാണ്, അന്വേഷിക്കുകയാണ്, ചെക്ക് ചെയ്യുകയാണ്. അങ്ങനെ ചെക്ക് ചെയ്ത പോലീസുകാർ ആകെ ഷോക്ക് ആവുകയാണ്. അതിനുള്ള കാരണം ആതിരയുടെ മൊബൈൽ സിഗ്നൽ ടവർ ലൊക്കേഷൻ എവിടെയാണ് കാണിക്കുന്നതെന്നാൽ ആതിരയും സനലും താമസിച്ചിരുന്ന ആ ഒരു വീടിന്റെ പരിസരത്ത് നിന്ന് തന്നെയായിരുന്നു. അവരുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് ആതിരയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത്. സൂപ്പർ മാർക്കറ്റിൽ ജോലിക്കാണ് എന്ന് പറഞ്ഞു പോയ ആതിര സത്യത്തിൽ എങ്ങോട്ടേക്കാണ് പോയത്? ആതിര ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ ആതിരയ്ക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത്? 2023 കേരളത്തെ നടുക്കിയ ആതിര കേസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ അക്ബർ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദി ട്രൂ ഫൈൽസ്. വെൽക്കം ബാക്ക്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് ക്രൈം, ഗോസ്റ്റ്, ഹിസ്റ്ററി, മിസ്റ്ററി, സോൾഡ്, അൺസോൾഡ് കേസസ്, ഇൻവെസ്റ്റിഗേഷൻ വീഡിയോസ് ഒക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഈ ചെറിയ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കുറേ പേർ വീഡിയോ കാണുന്നുണ്ടെങ്കിലും ഒരു ലൈക്ക് പോലും തരുന്നില്ല. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു ഊർജ്ജമാണ്. ആതിര താമസിച്ചിരുന്ന ആ ഒരു വീടിന്റെ അടുത്ത് തന്നെയാണ് ആതിരയുടെ മൊബൈൽ സിഗ്നൽ ടവർ ലൊക്കേഷൻ കാണിച്ചിരുന്നത്. ഉടൻ തന്നെ പോലീസ് ഈ ഒരു കാര്യം സനലിനെ വിളിച്ച് പറയുകയാണ്. സനലും ഒരു സംശയത്തിന്റെ പേരിൽ ആ ഒരു വീട് മൊത്തം പരിശോധിക്കുകയാണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ സനലിന് ആതിരയുടെ മൊബൈൽ ഫോൺ അവിടെ നിന്ന് കിട്ടുകയാണ്. സ്വിച്ച് ഓഫ് ആയ രീതിയിലായിരുന്നു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നത്. ഉടനെ തന്നെ കാലടി പോലീസ് സ്റ്റേഷനിലേക്ക് ആ ഒരു ഫോൺ സനൽ ഏൽപ്പിക്കുകയാണ്. ആതിരയുടെ ഫോൺ ലഭിച്ച പോലീസ് ടീം എന്താണ് ചെയ്തതെന്നാൽ ആ ഫോണിലേക്ക് വന്നിട്ടുള്ള ഇൻകമിംഗ് കോൾസും ഔട്ട് ഗോയിങ് കോൾസും എല്ലാം പരിശോധിക്കുകയാണ്. ഇങ്ങനെ അന്വേഷണം ഒരു ടീം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും വേറൊരു ടീം ആ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ അടുത്തുള്ള CCTV ദൃശ്യങ്ങളും പിന്നെ ആ ഒരു സൂപ്പർ മാർക്കറ്റ് കേന്ദ്രീകരിച്ചും, അതായത് സനൽ ആതിരയെ ഇറക്കി വിട്ടു എന്ന് പറയുന്ന ആ ഒരു സൂപ്പർ മാർക്കറ്റ് കേന്ദ്രീകരിച്ചും അന്വേഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ CCTV എല്ലാം ചെക്ക് ചെയ്ത പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായി, ആതിര പോയിരിക്കുന്നത് പെരുമ്പാവൂർ ഭാഗത്തേക്കാണ് എന്ന്. അങ്ങനെ ആതിര പോയ ആ ഒരു പെരുമ്പാവൂർ ഭാഗത്തെ കൂടെ അന്വേഷണ ഉദ്യോഗസ്ഥർ പോയി നോക്കുന്ന സമയത്ത് വെല്ലം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു CCTV ദൃശ്യം പോലീസുകാർക്ക് ലഭിക്കുകയാണ്. വെല്ലം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മീൻ കടയ്ക്ക് സമീപം ഒരു എർട്ടിക കാർ നിൽക്കുന്നതും ആ ഒരു എർട്ടിക കാറിലേക്ക് ആതിര കയറി പോകുന്നതുമാണ് ആ ഒരു CCTV ദൃശ്യത്തിൽ ഉണ്ടായിരുന്നത്. കേസിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു CCTV വിഷ്വൽസ് കിട്ടിയെങ്കിലും ആ ഒരു കാർ ഓടിക്കുന്നത് ആരാണെന്ന് പോലീസുകാർക്ക് ആ വീഡിയോയിൽ നിന്ന് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആ കാറിന്റെ നമ്പർ പ്ലേറ്റ് കറക്റ്റ് ആയിട്ട് ആ വീഡിയോയിൽ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അത് ആരുടെ കാറാണ് എന്ന് അന്വേഷിക്കുകയാണ് പോലീസ്. അങ്ങനെ പരിശോധിച്ച പോലീസുകാർക്ക് അതൊരു റെന്റേ കാറാണെന്ന് മനസ്സിലാവുകയാണ്. ഉടനെ ആ ഒരു കാറിന്റെ ഓണറെ നേരിൽ കണ്ട് ഈ ഒരു കാർ ആരാണ് വാടകയ്ക്ക് എടുത്തത് എന്ന് അന്വേഷിക്കുകയാണ്. അപ്പോ ആ ഓണർ പറഞ്ഞത് ഇടുക്കി വെള്ളത്തൂവൽ സ്വദേശി അഖിൽ എന്ന വ്യക്തിയാണ് ഈ ഒരു കാർ കൊണ്ടുപോയിരിക്കുന്നത് എന്ന് പറയുകയാണ്. ഈ അഖിലും ആതിരയും തമ്മിൽ എന്താണ് ബന്ധം? എന്തിനാണ് അഖിൽ ആതിരയെ കാറിൽ കയറ്റി കൊണ്ടുപോയത് എന്നൊക്കെ പോലീസ് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അതിനുള്ള ഉത്തരമായിട്ട്
ആതിരയുടെ ഫോണിൽ നിന്ന് തന്നെ പോലീസുകാർക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ ആതിരയുടെ ഫോൺ കോൾ റെക്കോർഡ് പരിശോധിച്ചപ്പോൾ കുറെ മാസങ്ങളായിട്ട് മണിക്കൂറോളം അഖിലും ആതിരയും ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നുവെന്ന് പോലീസുകാർക്ക് മനസ്സിലായി. ആ കോൾ ഹിസ്റ്ററി പരിശോധിച്ച പോലീസുകാർക്ക് വേറൊരു സംഭവം കൂടി അറിയാൻ സാധിച്ചു. അത് എന്താണെന്നാൽ ഇവർ തമ്മിൽ തെറ്റായിട്ടുള്ള ഒരു ബന്ധമുണ്ട് എന്നും ആരും അറിയാതെ പല സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് കാണാറുണ്ടായിരുന്നുവെന്നും ആതിരയുടെ കൂടെ സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് അഖിലും ജോലി ചെയ്യുന്നത് എന്നും പോലീസിന് മനസ്സിലാവുകയാണ്. ഉടനെ പോലീസ് ടീം സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ്. അങ്ങനെ സൂപ്പർ മാർക്കറ്റിലെത്തിയ പോലീസ് അഖിലിനെ നേരിൽ കണ്ട് സംസാരിക്കുന്ന സമയത്ത് അഖിൽ പോലീസുകാരോട് പറയുന്നത്, ഞാൻ അന്നത്തെ ദിവസം ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നത്തെ ദിവസം ഞാൻ ആതിരയെ കണ്ടതുപോലുമില്ല. ആതിരയെ ഞാൻ ഇങ്ങോട്ടും കൊണ്ടുപോയിട്ടില്ല. ആതിരയുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല എന്ന് പോലീസുകാരോട് അഖിൽ പറയുകയാണ്. അഖിൽ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് മനസ്സിലാക്കിയ പോലീസ് അവനെ കസ്റ്റഡിയിലെടുത്ത് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് സ്റ്റേഷനിൽ കൊണ്ടുവന്ന അഖിലിനോട് ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കുന്നുണ്ട് പോലീസ്. പക്ഷെ എത്ര തന്നെ ചോദിച്ചിട്ടും അഖിൽ സത്യത്തിൽ എന്താണ് നടന്നതെന്ന് തുറന്നു പറയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ പോലീസ് സംഭവം നടന്ന അന്ന് അഖിലിന്റെ ഫോൺ ടവർ ലൊക്കേഷൻ എവിടെയാണ് എന്ന് പരിശോധിക്കുകയാണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ അവന്റെ ടവർ ലൊക്കേഷൻ ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ, അങ്കമാലിയിലെ ആ ഒരു സൂപ്പർ മാർക്കറ്റിന് അടുത്ത് തന്നെയാണ് എന്നാണ് പോലീസുകാർക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോ ഈ ഒരു സംഭവം കൂടി കണ്ടപ്പോൾ പോലീസുകാർക്ക് ആകെ കൺഫ്യൂഷൻ ആവുകയാണ്. എത്ര തന്നെ പോലീസുകാർ കൺഫ്യൂഷൻ ആയാലും അവർക്കൊരു കാര്യം വ്യക്തമായി അറിയാമായിരുന്നു. അതായത് ആ എർട്ടിക കാർ റെന്റിനെടുത്തിരിക്കുന്നത് അഖിലാണെന്നും ആ CCTVയിൽ നിന്ന് ആതിര ആ കാറിൽ കയറി പോകുന്നതുമെല്ലാം എല്ലാ തെളിവുകളും അഖിലിന്റെ മുന്നിൽ നിരത്തി വെച്ചുകൊണ്ട് പോലീസ് അഖിലിനെ പിന്നെയും ചോദ്യം ചെയ്യുകയാണ്. ഇപ്പോ താൻ ലോക്കായി എന്ന് കണ്ട അഖിൽ സത്യത്തിൽ എന്താണ് നടന്നത് എന്ന് തുറന്നു പറയുകയാണ്. അങ്കമാലിയിലെ പ്രവർത്തിച്ചു വരുന്ന ആ ഒരു സൂപ്പർ മാർക്കറ്റിലെ 4 വർഷമായിട്ട് അഖിൽ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അഖിൽ ഇടുക്കി സ്വദേശിയാണ്. അവന് കല്യാണം കഴിഞ്ഞ് പിള്ളേരുമുണ്ട്. ഈ സംഭവം നടക്കുന്നതിന്റെ ഒരു 5 മാസം മുന്നെയാണ് ആതിര ആ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ജോലിക്ക് ജോയിൻ ചെയ്യുന്നത്. എന്ത് കാരണം കൊണ്ടാണെന്നറിയില്ല, വിവാഹം കഴിഞ്ഞ ഇവർ രണ്ടുപേരും പെട്ടെന്ന് തന്നെ അടുക്കുകയാണ്. ആദ്യം ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലാണ് അടുക്കുന്നത്, പിന്നീട് അതൊരു മോശപ്പെട്ട രീതിയിലേക്കായി മാറുകയുമാണ്. ഇവരുടെ ഈ ഒരു ബന്ധത്തെക്കുറിച്ച് കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കോ അതല്ലെങ്കിൽ മറ്റുള്ളവർക്കോ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അത്രയ്ക്കും രഹസ്യമായിട്ടാണ് ഇവരുടെ ബന്ധം തുടർന്നുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ളപ്പോഴാണ് അഖിൽ ആതിരയോട് ഒരു ദിവസം പറയുന്നത്, എനിക്ക് കുറച്ച് പണത്തിന്റെ ആവശ്യമുണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്ത് തരുമോ എന്ന്. കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് തന്നെ ആദ്യം ആതിര പറഞ്ഞത് എന്റെ കയ്യിൽ പണമൊന്നുമില്ലല്ലോ എന്നാണ്. പക്ഷെ അഖിലിന്റെ നിർബന്ധം സഹിക്കാൻ കഴിയാതെ ആതിര ഒരു മണ്ടത്തരം ചെയ്തു. തന്റെ ഭർത്താവ് അറിയാതെ 12 പവൻ സ്വർണം ആതിര അഖിലിന് എടുത്തു കൊടുത്തു. തന്റെ ആവശ്യം കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സ്വർണം തിരികെ തരാമെന്ന് പറഞ്ഞിട്ടാണ് ആതിരയുടെ കയ്യിൽ നിന്ന് അഖിൽ സ്വർണം വാങ്ങിച്ചത്. പക്ഷേ ആ ഒരു സ്വർണം തിരികെ എടുത്തു കൊടുക്കാനായിട്ട് അഖിലിന് കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി, ആഴ്ചകളായി, മാസങ്ങളായി ആ ഒരു സ്വർണം അഖിലിന് തിരിച്ച് ആതിരയ്ക്ക് എടുത്തു കൊടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇതേ സമയം ആതിരയുടെ വീട്ടിൽ തന്റെ ഭർത്താവ് ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള ആ ഒരു സ്വർണം എടുത്ത് പണയം വെച്ച് നമ്മളുടെ ആവശ്യം നടത്തിയാലോ എന്ന് നിരന്തരം ആതിരയോട് ചോദിച്ചുകൊണ്ടിരുന്നു. പക്ഷേ മറ്റൊരാൾക്ക് തന്റെ ഭർത്താവ് അറിയാതെ ആ ഒരു സ്വർണമെല്ലാം എടുത്തു കൊടുത്തത് ഭർത്താവ് അറിഞ്ഞാൽ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് നല്ല രീതിക്ക് ആതിരയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആതിര അഖിലിനെ വിളിച്ച് നിരന്തരം സ്വർണത്തിന്റെ കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഇതേ സമയം അഖിൽ ചിന്തിക്കുന്നത്, എന്തായാലും ആതിരയുടെ സ്വർണം എനിക്ക് എന്തായാലും എടുത്തു കൊടുക്കാൻ കഴിയില്ല, അതിനുള്ള പണമൊന്നും എന്റെ കയ്യിലുമില്ല. സ്വർണം തിരികെ എടുത്തു കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ആതിരയുടെ ശല്യപ്പെടുത്തലിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇനിയൊരു മാർഗം മാത്രമേ ഉള്ളൂ, ആതിരയെ കൊലപ്പെടുത്തുക. ആ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അഖിൽ ഒരു പ്ലാനിംഗ് ഉണ്ടാക്കുകയാണ്. അതിനുവേണ്ടി അഖിൽ ആതിരയെ നേരിൽ കണ്ട സമയത്ത് ആതിരയോട് അഖിൽ പറയുകയാണ്, സ്വർണം എന്തായാലും ഞാൻ എടുത്തു തരാം, പക്ഷേ സ്വർണം എടുത്തു തരുന്നതിന് മുമ്പ് നമുക്കൊന്ന് ഔട്ടിങ്ങിന് പോയാലോ എന്ന് ചോദിക്കുകയാണ്. ഇവർ ഇതേപോലെ ആരും അറിയാതെ മുൻപ് പുറത്തു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരു മടിയും കൂടാതെ ആതിര ഞാൻ വരാമെന്ന് പറയുകയാണ്. സ്വകാര്യ നിമിഷങ്ങൾ പങ്കിടാൻ പോകുന്നത് കൊണ്ട് തന്നെ ആരും വിളിച്ച് ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ട്, നീ നിന്റെ ഫോണ് വീട്ടിൽ തന്നെ വെച്ചോ, ഫോൺ എടുക്കേണ്ട, ഫോണ് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് വീട്ടിൽ തന്നെ വെച്ചാൽ മതി എന്ന് അഖിൽ ആതിരയോട് പറയുകയാണ്. അങ്ങനെ അഖിൽ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടുമല്ല, മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് ഇനി അന്വേഷണങ്ങൾ വരരുത് എന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ആ സൂപ്പർ മാർക്കറ്റിൽ അഖിൽ തന്റെ ഫോൺ വെച്ചതും എല്ലാവരോടും ഞാനിന്ന് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചതും. ഇങ്ങനെ ആതിരയെ കൊണ്ടുപോകുന്നത് ആരും കാണരുത് എന്ന് പറഞ്ഞിട്ടാണ് ആതിരയോട് വല്ലം എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ വെയിറ്റ് ചെയ്തോളാം, നിന്നെ ഞാൻ പിക്ക് ചെയ്തോളാം, നീ വല്ലം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നാൽ മതി എന്ന് ആതിരയോട് അഖിൽ പറയുന്നത്. ആതിര ഓൾറെഡി തെറ്റ് ചെയ്തത് കൊണ്ടും തുടർന്ന് തെറ്റുകൾ മാത്രം ചെയ്യുന്നത് കൊണ്ടുമാണ് അഖിലിന്റെ ഈ ഒരു പ്രവൃത്തിയിൽ ആതിരയ്ക്ക് സംശയങ്ങളൊന്നും വരാതിരുന്നത്. അങ്ങനെ അഖിൽ പറഞ്ഞതനുസരിച്ചിട്ട് പെരുമ്പാവൂരിലെ വല്ലം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ആതിര വരികയാണ്. അപ്പോ റെന്റിനെടുത്ത എർട്ടിക കാറുമായിട്ട് അഖിൽ ആതിരയെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ.
അങ്ങനെ ആതിര വണ്ടിയിൽ കയറിയതും അവർ നേരെ പോയത് അതിരപ്പള്ളിയിലേക്കാണ്. വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും തമാശകൾ പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെ തന്നെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവെങ്കിലും അഖിലിന്റെ മനസ്സിൽ എങ്ങനെയാണ് ഈ ഒരു കൊലപാതകം നടത്തുക എന്നുള്ള ചിന്താഗതിയായിരുന്നു. അതിരപ്പള്ളി എന്ന് പറയുമ്പോൾ വെള്ളച്ചാട്ടവും പുഴയും എല്ലാം തന്നെയുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആതിരയെ കൊലപ്പെടുത്തിയിട്ട് ആ ഒരു പുഴയിലേക്ക് ഒഴുക്കിവിടാമെന്നാണ് ആദ്യം അഖിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അഖിലിന്റെ മനസ്സിൽ വന്ന ആ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തുമ്പൂർ മൊഴി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വണ്ടി ഒതുക്കുകയാണ്. അവിടെ ഒരു ചെറിയൊരു കാടിന്റെ ഭാഗമുണ്ട്. ആ ഒരു ഭാഗം കഴിഞ്ഞാൽ പിന്നെ പുഴയാണുള്ളത്. ഈ ഒരു കാടിന്റെ ഭാഗത്ത് വെച്ച് ആതിരയെ കൊലപ്പെടുത്തിയതിനു ശേഷം ആ ഒരു പുഴയിലേക്ക് ഒഴുക്കിവിടാമെന്നാണ് അഖിൽ ചിന്തിച്ചിരുന്നത്. പക്ഷെ ആ ഒരു സമയത്ത് ആ ഒരു പുഴയുടെ ഭാഗത്ത് നിറയെ ആളുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുഴയുടെ ഭാഗത്തേക്ക് പോകാൻ സാധിക്കില്ല എന്ന് അവന് ഉറപ്പായിരുന്നു. അടുത്തതായിട്ട് അവൻ തീരുമാനിച്ചത് നേരെ ആ ഒരു റോഡിന് നേരെ ഓപ്പോസിറ്റുള്ള ആ ഒരു കാട്ടിലേക്ക് കയറി പോകാം എന്നാണ്. മറ്റുള്ളവരുടെ ശല്യങ്ങളൊന്നുമില്ലാതെ സ്വകാര്യ നിമിഷങ്ങൾ പങ്കിടാൻ കാടാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് അഖിൽ ആതിരയെ കൂട്ടിയിട്ട് ആ ഒരു കാട്ടിനുള്ളിലേക്ക് പോവുകയാണ്. ഏകദേശം ആ ഒരു മെയിൻ റോഡിൽ നിന്നും 1 കിലോമീറ്റർ ഉള്ളിലേക്ക് ഇവർ നടന്നു പോയിട്ടുണ്ടായിരുന്നു. ഇരുന്നു സംസാരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാറക്കെട്ടുകൾ അവർ കണ്ടപ്പോൾ അവർ അവിടെ നിന്നു. എന്നിട്ട് ആ പാറക്കെട്ടുകൾക്ക് മേലെ ഇരുന്നു കൊണ്ട് ഇവർ കുറെ നേരം പല കാര്യങ്ങളും സംസാരിക്കാൻ തുടങ്ങി. അഖിൽ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവർ ഒറ്റയ്ക്കുള്ള ആ ഒരു നിമിഷത്തിൽ അഖിൽ ഈ ആതിരയുടെ ഷാൾ എടുത്തിട്ട് കഴുത്തിൽ കൂടി ഇട്ടിട്ട് ഇങ്ങനെ ആ ഒരു നിമിഷത്തിൽ അഭിനയിക്കുന്നത് പോലെ, ആ ഒരു പാട്ടിന്റെ താളത്തിൽ അഭിനയിക്കുന്നത് പോലെ ആ ഷാൾ കഴുത്തിലിട്ടിട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അഖിൽ. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന അഖിൽ പെട്ടെന്ന് ആ ഒരു ഷാൾ എടുത്തിട്ട് ആതിരയുടെ കഴുത്തിൽ ഇടുകയാണ്. ഷാൾ ഇട്ട ഉടൻ ഇങ്ങനെ ഒരു പാട്ടുരംഗം പോലെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരുന്നു. അപ്പോ വളരെ പെട്ടെന്ന് ആ ഒരു ഷാൾ അഖിൽ ആതിരയുടെ കഴുത്തിൽ മുറുക്കുകയാണ്. എന്താണ് നടക്കുന്നത് എന്നറിയാതെ നിന്ന ആതിരയ്ക്ക് ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അഖിൽ കൊലപ്പെടുത്തണമെന്ന് ഉദ്ദേശമുള്ളത് കൊണ്ട് തന്നെ അഖിൽ പരമാവധി ബലത്തിൽ ആ ഒരു ഷാൾ മുറുക്കി പിടിച്ചു. ശ്വാസമെടുക്കാൻ കഴിയാതെ ആതിര നിലത്ത് കിടന്ന് പിടഞ്ഞു. ഈ സമയത്ത് അഖിൽ ചെയ്തത് തന്റെ കാലിലിട്ടിരുന്ന ഷൂ കൊണ്ട് ആതിരയുടെ കഴുത്തിൽ ചവിട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് ആ ഒരു ഷാൾ പിന്നെയും വലിക്കുകയാണ്. എത്രയും വേഗം ആതിര മരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. മാത്രമല്ല ആതിര മരിച്ചു എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്തുള്ള ഒരു മരത്തിൽ ഷാള് ചുറ്റിയിട്ട് ഇങ്ങനെ പിടിച്ച് വലിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആതിര മരിച്ചു എന്ന് കൺഫേം ചെയ്ത അവൻ ആതിരയുടെ കഴുത്തിലുണ്ടായിരുന്ന 1.5 പവന്റെ മാലയും പൊട്ടിച്ചെടുക്കുകയാണ്. അതും കഴിഞ്ഞിട്ട് ആ ഒരു ശരീരത്തെ, മരിച്ച ആതിരയുടെ ശരീരത്തെ 2 പാറക്കെട്ടുകൾക്കിടയിൽ കൊണ്ടുപോയി വെച്ചിട്ട് കാല് മാത്രം പുറത്ത് കാണുന്ന രീതിയിൽ വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ, അതായത് ആ പാറക്കെട്ടിലെ ആതിരയെ കാണാതിരിക്കാൻ, മറ്റുള്ളവർ ആതിരയെ കാണരുത് എന്നുള്ള രീതിയിൽ ഉണങ്ങിയ ഇലകൾ കൊണ്ട് ആ ഒരു ഭാഗങ്ങളെല്ലാം തന്നെ മറയ്ക്കുകയാണ് അഖിൽ. ഇതെല്ലാം കഴിഞ്ഞ് വളരെ പെട്ടെന്ന് റോഡിലേക്ക് വന്ന അഖിൽ ആ കാർ എടുത്ത് നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ്. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് അഖിൽ ആതിരയെ കൊലപ്പെടുത്തുന്നത്. വൈകുന്നേരം 3:30 അവൻ അവന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ 10,000 ഫോളോവേഴ്സ് വരുന്ന അവന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു റീലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് അവൻ ഈ കാട്ടിക്കൂട്ടിയതെല്ലാം. പക്ഷേ സ്ഥിരം ഓരോരോ കേസുകൾ കാണുന്ന കേരള പോലീസിന്റെ മുന്നിൽ അവൻ മുട്ടുകുത്തി. അഖിലേറ്റ് പറഞ്ഞ കാര്യങ്ങളെല്ലാം അടിസ്ഥാനത്തിൽ പോലീസുകാർ ആ ഒരു സംഭവ സ്ഥലത്തേക്ക് വന്നു നോക്കുന്ന സമയത്ത് അവിടെ ആതിരയുടെ ശരീരം ഉണ്ടായിരുന്നു. പോലീസുകാർ ഈ ഒരു സംഭവ സ്ഥലത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെയുള്ള പ്രദേശവാസികൾ ഇങ്ങനെ ഒരു പെണ്ണിന്റെ ശരീരം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അടുത്ത സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കേസിനെ കുറിച്ച് പുതിയ അപ്ഡേറ്റുകളൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ അഖിലിന് എന്ത് ശിക്ഷയായിരിക്കും കിട്ടിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ പറ, ഇത്രയും ബ്രൂട്ടലായിട്ട് ഒരു പെണ്ണിനെ പറഞ്ഞു വിശ്വസിപ്പിച്ചിട്ട് കൊല ചെയ്തതിന് അഖിലിന് എന്ത് ശിക്ഷയായിരിക്കും കോടതി വിധിക്കുക? താഴെ കമന്റിൽ പറയുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇതേപോലുള്ള കാര്യങ്ങളിൽ പോയി ചാടുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളവരെ കുറിച്ച് ആലോചിക്കുക. എനിവേ, ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റിൽ പറയുക. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? മാത്രമല്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതേപോലുള്ള ഇൻവെസ്റ്റിഗേഷൻ വീഡിയോസുമായിട്ട് അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.